നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ടി.പി. ചന്ദ്രശേഖരന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള സിനിമയുടെ റിലീസിംഗ് പ്രതിസന്ധിയിൽ. നിരവധി തിയേറ്ററുകൾ ഈ സിനിമ റിലീസ് ചെയ്യുന്നതിൽ നിന്ന് പിന്മാറി. 40 തിയേറ്ററുകളിൽ 35 തിയേറ്ററുകളാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നതിൽ നിന്ന് പിന്മാറിയിട്ടുള്ളത്. ഈ വിഷയം ചർച്ച ചെയ്യുന്നു. ചർച്ചയിൽ ശ്രീ മൊയ്തു താഴത്ത്, ഈ ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ, ഒപ്പം ശ്രീ എൻ ഷംസീർ CPIM നേതാവ്, ശ്രീ ലിബർട്ടി ബഷീർ എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും ശ്രീ KC ഉമേഷ് ബാബുവിനെയും ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ മൊയ്തു താഴത്ത്, ഈ സിനിമ ആര് വിലക്കിയെന്നാണ്? ഇതൊരു പ്രൊമോഷൻ സ്റ്റണ്ടല്ലേ? ഞങ്ങൾക്ക് പ്രൊമോഷൻ ആവശ്യമില്ല ഈ സിനിമക്ക്. കാരണം അനവധി പ്രൊമോഷൻ മലയാളി സമൂഹത്തിൽ ഈ സിനിമയ്ക്ക് കിട്ടിക്കഴിഞ്ഞു. 2 വർഷത്തിനിടയ്ക്ക് നല്ല പ്രൊമോഷൻ കിട്ടിയ സിനിമയാണ്. അങ്ങനെ ഒരു പ്രൊമോഷൻ സ്റ്റണ്ടുമായിട്ട് പോകുന്ന ചലച്ചിത്ര പ്രവർത്തകരല്ല. ഞാനൊരു മാധ്യമ പ്രവർത്തനത്തിൽ നിന്നാണ് ഈ സിനിമാ പ്രവർത്തനത്തിൽ എത്തിപ്പെട്ടത്. അതായത് 39 തിയേറ്ററുകൾ ഞങ്ങൾക്ക് റെഡിയാണെന്ന് പറയുകയും നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ ബാബുരാജ് എല്ലാ തിയേറ്ററുകളിലേക്കും 3 ദിവസം 4 ദിവസം മുമ്പ് പോസ്റ്ററുകൾ എത്തിക്കുകയും ചെയ്തു. വടകര ഒഴികെ ഞങ്ങൾക്ക് 39 തിയേറ്ററുകൾ ഉണ്ടായിരുന്നു. ഈ 39 തിയേറ്ററുകൾ ഇല്ല എന്നുള്ളത് കണ്ണൂർ സവിതയില്ല, പിന്നെ ലിബർട്ടി ഇല്ല, പിന്നെ പല ഭാഗത്തുനിന്നും ഇത് കൊഴിഞ്ഞ് പോകുന്നു. 3 മണിക്ക് ശേഷം ഒറ്റ തിയേറ്ററും ഇല്ല എന്ന് ഡിസ്ട്രിബ്യൂട്ടറാണ് എന്നോട് പറയുന്നത്. കാരണം ഡിസ്ട്രിബ്യൂട്ടർ ഒരു സിനിമ അയാൾ കച്ചവടമാണ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് ആയിരിക്കാം. പക്ഷെ അയാളൊരു വളരെ സ്വാത്വികമായ നിലപാടിലാണ് നമ്മളോട് പറഞ്ഞ് ടി.പി. പക്ഷേ ശ്രീ മൊയ്തു താഴത്ത്, ഈ സിനിമ പ്രദർശിപ്പിക്കുന്ന കാര്യത്തിൽ ഈ സിനിമയുടെ ഡിസ്ട്രിബ്യൂട്ടർ എക്സിബിറ്റേഴ്സുമായി ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു കരാർ ഉണ്ടാക്കുകയും അതിൽ നിന്ന് എക്സിബിറ്റേഴ്സ് പിന്മാറുകയാണോ ഉണ്ടായിട്ടുള്ളത്? അങ്ങനെയൊക്കെ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അതോ നിങ്ങൾ പറയുന്നത് മാതിരി ഭീഷണി ഭയന്ന് ഒരു കൂട്ടം സിനിമ തിയേറ്റർ ഉടമകൾ ഈ സിനിമ കാണിക്കുന്നില്ല എന്നുള്ളതാണോ? തിയേറ്റർ ഉടമകൾ ഇപ്പോൾ ഞങ്ങൾ നേരിട്ട് സംസാരിച്ചിട്ടില്ല. പക്ഷേ ബാബുരാജിനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എല്ലാവരുമായിട്ടും, അപ്പോൾ എല്ലാവരുമായിട്ട് ഫോണിൽ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ലിബർട്ടി തരാമെന്ന് പറഞ്ഞു. സവിതയായിട്ട് സംസാരിച്ചു. അവർക്ക് എല്ലാവരുമായിട്ടും സംസാരിച്ചു എന്നാണ് ഡിസ്ട്രിബ്യൂട്ടർ പറയുന്നത്. ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ടർ പറയുന്നതാണോ ഇവർ പറയുന്നത് തെറ്റാണെന്ന് സംവിധാനം എനിക്കറിയില്ല. എനിക്ക് എങ്ങനെയെങ്കിലും ഈ വളരെ സങ്കടപ്പെട്ടെടുത്ത സിനിമയാണ്. നിങ്ങൾ കുറേ കഷ്ടപ്പാട്, പ്രൊഡ്യൂസേഴ്സൊന്നും ഇല്ലാത്ത സിനിമയാണ്. നിങ്ങൾ കുറേ കൂട്ടുകാരൊക്കെ ചേർന്ന് കൊണ്ടെടുത്ത ഒരു സിനിമയാണ്. ഒരു ഹത്യക്കെതിരെ ഒരു മെസ്സേജാണ്. അതെങ്ങനെയെങ്കിലും ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു. എന്തുകൊണ്ട് ഈ സിനിമ കാണിക്കുന്നില്ല എന്ന് പറയേണ്ടത് ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷനാണ്. ശ്രീ ലിബർട്ടി ബഷീർ ടെലിഫോൺ ലൈനിൽ. ശ്രീ ലിബർട്ടി ബഷീർ, ടി.പി. ചന്ദ്രശേഖരന്റെ വധം ആസ്പദമാക്കി നിർമ്മിച്ച സിനിമ നിങ്ങളുടെയൊക്കെ തിയേറ്ററുകളിൽ കളിക്കേണ്ട എന്ന് റിലീസിന്റെ തൊട്ട് തലേന്ന് തീരുമാനിക്കുന്നത് എന്ത് കാരണത്താലാണ്? അഭിലാഷ്, ഒരു കാര്യം മനസ്സിലാക്കുക അഭിലാഷ്. ഇവരുടെ ഒന്നാമത്തത്, ഇവർ പ്രോപ്പറായിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിട്ടില്ല. സാധാരണ ഇവർ പറഞ്ഞ 2 കോടി 3 കോടി ഒക്കെ ചിലവായിട്ടുണ്ട്. ചിലപ്പോൾ ചിലവായിട്ടുണ്ടാവും. അപ്പോൾ നന്നായിട്ട് അതിന്റെ ട്രയലെല്ലാം കണ്ട് നന്നായിട്ടുണ്ട്, പ്രകാശ ചിലവായിട്ടുണ്ടാവും. ഇവിടെ ഒരു പടത്തിന് ഇപ്പൊ എത്ര വലിയ മമ്മൂട്ടി പടമായാലും മോഹൻലാൽ പടമായാലും ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിക്ക് ഇവർക്ക് അറിവില്ലായ്മ കൊണ്ടാണ്. ഈ മൊയ്തു പറഞ്ഞില്ല പുതിയ വ്യക്തിയാന്നുള്ളത്. അതിന്റെ പ്രൊഡ്യൂസറും പറഞ്ഞ പുതിയ വ്യക്തിയാണെന്ന്. ഇവിടെ ഏൽപ്പിച്ചത് ഒരു നിസ്സാരപ്പെട്ട ഗ്യാപ്പുകൾ എടുക്കുന്ന ബാബുരാജിന്റെ വ്യക്തിയാണ്. എന്റെ തിയേറ്ററിൽ പടം വെച്ചിട്ടാണ് ഇന്നലെ രാത്രിയാണ് പോസ്റ്റ് കിട്ടുന്നത്. ഞാൻ ഇന്ന് നാളെ കിടക്കേണ്ട പടം ഇന്നലെ രാത്രി പോസ്റ്റ് കിട്ടിയാൽ പടം എന്നെ സമീപിച്ചില്ല. അതാണ് യാഥാർത്ഥ്യം. പിന്നെ അങ്ങനെ കേരളത്തിൽ 39 തിയേറ്റർ ഇന്ന് നാളെ വെള്ളിയാഴ്ച മീര ജാസ്മിന്റെ ഒരു പടം വെച്ചിട്ടുണ്ട്. അല്ല, ശ്രീ ലിബർട്ടി ബഷീർ, ഈ ചിത്രത്തിന്റെ റിലീസിംഗ് സംബന്ധിച്ച് ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടറും നിങ്ങൾ വിവിധ തിയേറ്ററുകാരുമായി നേരത്തെ സംസാരം നടന്ന് അതിന്റെ അർത്ഥത്തിൽ ഈ 39 തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാം എന്ന് തീരുമാനിക്കുകയാണല്ലോ ഉണ്ടായത്. അതിന് റിലീസിന്റെ തലേന്നാണ് പറയുന്നത് അത് പറ്റില്ല എന്ന്. തെറ്റിപ്പോ നിങ്ങൾ ഈ പറഞ്ഞ ഡയറക്ടറും ഈ പ്രൊഡ്യൂസറും വിശ്വസിച്ചാണ് 39 തിയേറ്റർ കൊടുക്കാന്നുള്ളത്. യഥാർത്ഥത്തിൽ കേരളത്തിൽ ആകെ ഞാൻ കരുത് വടകര തിയേറ്റർ മാത്രം കിട്ടിയെന്നുള്ളത്. 6 സ്റ്റേഷൻ ഈ ഗവൺമെന്റ് തിയേറ്റർ കൊടുത്തിട്ട് ബാക്കിയാൽ ഇവർ പ്രോപ്പറായിട്ട് സമീപിച്ചില്ല. ഇവിടെ ഇവർക്ക് ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ഇവിടെ ഉണ്ട്. ഏതെങ്കിലും തിയേറ്റർ ഇവർ എഗ്രിമെന്റ് ഒക്കെ ഉണ്ടോ നോക്ക്. സാധാരണ ഇപ്പൊ ക്രിസ്തുമസിന്റെ പടത്തിൽ ഇവിടെ എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട്. ഇവർക്ക് അറിയില്ല ഡിസ്ട്രിബ്യൂഷൻ. അത് ആ ഡയറക്ടറിനെ സമ്മതിക്കുന്നുണ്ടല്ലോ. പിന്നെ ഒരേ പാർട്ടിന്റെ പേരിൽ ആരോടും ഉന്നയിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ നോക്കിയത്. ഇന്നിപ്പം ഇവിടെ KFCന്റെ ചെയർമാൻ ഉണ്ണിത്താൻ തന്നെ പറഞ്ഞ് ആരും ഇവിടെ നിരോധിച്ചിട്ടില്ല. ഇതിൽ നിരോധനത്തിന്റെ പ്രശ്നമല്ല ശ്രീ ലിബർട്ടി ബഷീർ. മുൻപ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന സിനിമ ഇറങ്ങിയപ്പോഴും സമാനമായ വിധത്തിൽ തിയേറ്ററുകൾ ഈ സിനിമ കാണിക്കുന്നതിൽ നിന്ന് പതുക്കെ പുറകോട്ട് പോകുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ഇവിടെ സ്വമേധയാ തിയേറ്ററുകൾ
ഇങ്ങനെ ഓരോരോ കാരണം പറഞ്ഞ് ഈ സിനിമ കാണിക്കേണ്ട എന്ന് തീരുമാനിക്കുകയാണ്. ഇതൊരു നിസ്സാരമായ സിനിമയല്ല, ഇതിൻ്റെ കലാമൂല്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിവാദത്തെക്കുറിച്ച് ഉണ്ടായിട്ടുള്ള സിനിമയാണ്. ആ അർത്ഥത്തിൽ തിയേറ്ററുകളുടെ പിന്മാറ്റം സംശയമുണ്ടാക്കുന്നതാണ്. ഒന്നുകിൽ ഭീഷണി കൊണ്ടാകാം, അല്ലെങ്കിൽ ഭയപ്പെട്ടിട്ടാകാം, അതുമല്ലെങ്കിൽ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്നതാകാം. ഒരിക്കലും അഭിലാഷം ഇവിടെ ഒരു കാര്യം മനസ്സിൽ, ഇവിടെ കേരളത്തിലെ തിയേറ്റേഴ്സ് വ്യത്യസ്ത രാഷ്ട്രീയക്കാരുടെ തിയേറ്റേഴ്സാണ്. അങ്ങനെ പ്രത്യേകം കോൺഗ്രസിന്റെയോ മാർക്സിസ്റ്റ് പാർട്ടിയോ ലീഗാറൊന്നുമില്ല, വ്യത്യസ്തമായ രാഷ്ട്രീയക്കാർ നമ്മുടെ തിയേറ്റേഴ്സ് ഓണസുണ്ട്. അവിടെ ആർക്കും മുടക്കില്ല. ഇവർ പ്രോപ്പറായിട്ട് പണം കൊടുക്കാത്തതിന് വെറുതെ തിയേറ്ററുടെ പേരിലും പാർട്ടിക്കാരുടെ പേരിലും ആരോപണം ഉന്നയിക്കുന്നത്. നേരത്തെ പറഞ്ഞ് ഫെഡറേഷൻ മുടക്കിയാന്നല്ല, ഉച്ചവരെ ഫെഡറേഷൻ ഇന്നത്തെ മീറ്റിംഗ് കൂടിയിട്ട് പണം മുടക്കിയാന്നല്ല. നമ്മൾ വേറെന്തോ ആവശ്യത്തിന് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ പ്രസിഡന്റ് ഒക്കെ ഉണ്ട് മീറ്റിംഗ് കൂടി. ഇത് ആരോപണം ഉന്നയിക്കുന്നത് ഇവരെന്നെ സമ്മതിച്ചില്ല. നമ്മൾ പ്രോപ്പറായിട്ട് പോസ്റ്റ് ഒട്ടിച്ചില്ല, കമ്മിങ് പോസ്റ്റ് ഒട്ടിച്ചില്ല, ഇവരെന്നെ സമ്മതിച്ചില്ല. നിങ്ങൾ ചാനലാണ്. അതാണ്. ദയവായി തുടരണം ശ്രീ ലിബർട്ടി ബഷീർ. കെ രമ ടെലിഫോൺ ലൈനിൽ. കെ രമ, ഈ സംവിധായകൻ ഉന്നയിക്കുന്നത് പോലെ ഈ സിനിമ ഇറങ്ങിയാൽ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് തോന്നുന്ന ആളുകൾ ഈ സിനിമയെ മുടക്കിയതാകാമോ? ഇവിടെ തിയേറ്റർ ഉടമകളുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം ഇതിന് യുക്തമായ വിധത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ നടപടികൾ പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന പോരായ്ക കൊണ്ട് ഒരു സിനിമ കളിക്കാതിരിക്കുന്നതാണോ, അല്ലെങ്കിൽ ഈ സംവിധായകനും കൂട്ടരും ആരോപിക്കുന്നത് പോലെ മറ്റെന്തെങ്കിലും സാഹചര്യത്താൽ കളിക്കാതിരിക്കുന്നതാണോ? എന്താണ് നിങ്ങൾക്ക് കിട്ടിയ വിവരം? അല്ല, ഞങ്ങൾക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷന്റെ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി എല്ലാം പ്രോപ്പറായിട്ട് നടന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഇതിന്റെ സെൻസറിങ് ഉൾപ്പെടെ കഴിഞ്ഞു, വളരെ കൃത്യമായിട്ട് തന്നെ പെർമിഷൻ കിട്ടി. തിയേറ്ററിൽ കേരളത്തിലെ 40 തിയേറ്ററുകളിൽ ഓടാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും ചെയ്ത് നീക്കിയതിനു ശേഷം ഏറ്റവും അവസാനമാണ് ആദ്യം വടകരയിൽ ഈ സിനിമ കളിക്കില്ല എന്ന് പറഞ്ഞു. ഇവിടെ കേരള കൊയർ എന്ന് പറയുന്ന ഒരു തിയേറ്റർ ആയിരുന്നു നേരത്തെ ഇവർ പറഞ്ഞിരുന്നത്. അപ്പൊ അവിടുത്തെ ജീവനക്കാർ ടിക്കറ്റ് മുറിക്കാൻ തയ്യാറല്ല എന്നും സിനിമ ഇവിടെ കളിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ കളിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അതിനുശേഷമാണ് ഇപ്പൊ അറിയുന്നത് കേരളത്തിലെ 6 ഗവൺമെന്റിന്റെ തിയേറ്ററുകൾ വെച്ച് മറ്റൊരു തിയേറ്ററുകളും ഈ സിനിമ കളിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പം ഏറ്റവും അവസാനം അറിയാൻ കഴിഞ്ഞൊരു കാര്യം. തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നത് ഇത് ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ, സിനിമ എടുക്കുന്ന സമയത്ത് തന്നെ വളരെ സാഹസികമായിട്ടാണ് ഇതിന്റെ ഈ ചലച്ചിത്ര പ്രവർത്തകർ ഈ സിനിമയുടെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോയത്. എല്ലാ തരത്തിലുള്ള ഭീഷണികളെയും എതിർപ്പുകളെയും പല രൂപത്തിലുള്ള എതിർപ്പുകളെയും ഒക്കെ ഊരുവിലക്ക് പോലും ഉണ്ടായിട്ട് അതിനൊക്കെ മറികടന്നുകൊണ്ട് അങ്ങേയറ്റം സാഹസികമായിട്ടാണ് ഈ സിനിമ ചിത്രീകരിച്ചതും ഇത് ഈ രൂപത്തിൽ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളതും. അപ്പം ഏറ്റവും അവസാനം ഇപ്പം ഈ സിനിമ പ്രദർശിപ്പിക്കാൻ കഴിയില്ല, സമ്മതിക്കില്ല എന്നൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്നാണ് നിങ്ങൾ ഭയപ്പെടുന്നത്. ശ്രീ എൻ ഷംസീർ, ആവിഷ്കാര സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം ഭരണഘടനാ ദത്തമാണ്. CPIM അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ, അതിൻ്റെ യുവജന വിഭാഗങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യം തടസ്സപ്പെട്ട നിരവധി ഘട്ടങ്ങളിൽ അതിനുവേണ്ടി തെരുവിലിറങ്ങിയിട്ടുണ്ട്. സിനിമയുടെ കാര്യത്തിലും അതങ്ങനെയാണ്. ഏറ്റവും ഒടുവിൽ വിശ്വരൂപം എന്ന കമൽ ഹാസന്റെ സിനിമ കളിക്കുന്നതിന് ചില തടസ്സങ്ങൾ ഉണ്ടായപ്പോൾ പോലും ഇടപെട്ടിരുന്നു. പക്ഷേ ഇവിടെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ സംഭവ വികാസം പ്രതിപാദിക്കുന്ന സിനിമയെ നിങ്ങളോട് ആഭിമുഖ്യമുള്ളവർ ഭയപ്പെടുത്തി തടയുന്നു എന്നുള്ളതാണ് ഉയർന്നിരിക്കുന്ന ആരോപണം. അഭിലാഷ്, ഇത് ശുദ്ധ നുണയാണ്. ഈ സിനിമ റിലീസായി കഴിഞ്ഞാൽ കേരളത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതിന്റെ പ്രൊഡ്യൂസർ അയാൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു തിരക്കഥയാണിത്. 3 ദിവസം കഴിയുമ്പോഴേക്കും ഇതിന്റെ കുറെ വിശദാംശങ്ങൾ പുറത്തു വരും. ഇപ്പോൾ പല വിശദാംശങ്ങളും ഞങ്ങൾ ഉൾപ്പെടെ മനസ്സിലാക്കിയിട്ടുണ്ട്. 1-2 ദിവസം കഴിയുമ്പോഴേക്കും കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരും. ഇത് വളരെ ക്ലിയർ ഒരു പ്ലോട്ടാണ് ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ട് കേരളത്തിനകത്ത് വീണ്ടും ഇതാ TP വധം ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. മാവേലി ഓണത്തിന് വരുന്നത് പോലെ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ TP വരും. ഇനിയിപ്പോ ത്രിതല മുനിസിപ്പൽ തെരഞ്ഞെടുപ്പാണല്ലോ. അല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുപാട് നാളുണ്ടല്ലോ. അതല്ലല്ലോ ശ്രീ എൻ ഷംസീർ പ്രശ്നം. ഇനി എന്ത് പറയുന്ന സിനിമയുമായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് യോജിക്കാവുന്നതോ വിയോജിക്കാവുന്നതോ ആകട്ടെ, ഒരു കലാസൃഷ്ടി യാതൊരു തടസ്സവുമില്ലാതെ ആ ആവിഷ്കാരം ജനങ്ങളുടെ മുന്നിൽ എത്തണം. അതാണ് പ്രശ്നം. അത് തടയുന്നത് ആരായാലും ഫാസിസമാണ്. അങ്ങനെ ഒരു സംഭവം ഇതിനകത്തുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് വിഷയം. ആര് തടഞ്ഞു, എങ്ങനെ തടഞ്ഞു പറയണ്ടേ? ഞാൻ ഈ വിഷയം ചാനലുകൾ പുറത്തുവിട്ടതിന് ശേഷം വടകരയിലെ ഞങ്ങളുടെ പാർട്ടി സഖാക്കളുമായി ബന്ധപ്പെട്ടു. ഞാൻ മനസ്സിലാക്കുന്നത് കേരള കൊയർ തിയേറ്റർ ഡിസംബർ മാസം വരെ അവിടെ മറ്റു സിനിമകൾ അവർ ബുക്ക് ചെയ്തതാണ്. അല്ലാതെ ഒരു തരത്തിലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സമ്മർദ്ദമോ ഒന്നുമില്ല. ഇവരൊരു ആസൂത്രിതമായി ഈ RMBയും KK രമയും കമ്പനിയും ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു നുണപ്രചരണം മാത്രമാണ്. അതിന് ആ ഒരു ഗൗരവം മാത്രമേ കേരളീയ സമൂഹം. അതാണ് CPIM നിലപാട്. ദയവായി തുടരണം. ശ്രീ KC ഉമേഷ് ബാബു, CPIM-നെതിരാണെങ്കിൽ ആവിഷ്കാരം തടയപ്പെടുന്ന സാഹചര്യം കേരളത്തിലുണ്ടോ? ഇവിടെ ഈ സിനിമയ്ക്കെതിരെ ഏതെങ്കിലും പ്രതിഷേധമോ സമ്മർദ്ദമോ ഒരു പ്രസ്താവന പോലുമോ ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ പ്രദർശനം സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇതിൻ്റെ വിതരണക്കാരനും അതുപോലെ തന്നെ സംവിധായകനും പരാതിപ്പെടുന്നു, തിയേറ്ററുകൾ ഞങ്ങളുടെ സിനിമ കളിക്കാത്തതാണ് എന്ന്. തിയേറ്ററുകൾക്ക് അതിനുള്ള വിശദീകരണം താങ്കൾ കേട്ട് കഴിഞ്ഞല്ലോ.
ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടോ? ഇല്ല, അതെന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഒരുപക്ഷെ വളരെ കാര്യമായ കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് അവർ നടത്തുന്ന ഗൃഹപാഠങ്ങളിൽ ഉള്ള ഒരു വലിയ അപര്യാപ്തതയാണ് ഇത്തരം ചോദ്യങ്ങൾക്ക് പോലും ഇടയാക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഫാഷിസവും സോഷ്യൽ ഫാഷിസവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചുള്ള സൂക്ഷ്മമായ ഒരു ധാരണയും നമ്മുടെ മാധ്യമ പ്രവർത്തനത്തിലില്ല. ഖേദകരമാണ് കേരളത്തിൽ ഇത്. കാരണം നിങ്ങൾ കൽബുർഗിയെ വെടിവെച്ചു കൊല്ലും, അത് ഫാസിസത്തിന്റെ രീതിയാണ്. പക്ഷേ കൽബുർഗിക്ക് കേരളത്തിലാണെങ്കിൽ ഒരുപക്ഷെ ഒരു വാക്യവും എഴുതാനോ പ്രസിദ്ധീകരിക്കാനോ ഉള്ള സാധ്യത തടയപ്പെടും. ഇത് സോഷ്യൽ ഫാഷിസത്തിന്റെ രീതിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ലോകത്ത് ഒരുപാട് നാടുകളിൽ ധാരാളം നടന്നിട്ടുള്ള കാര്യമാണ്. കേരളത്തിലെ പത്രക്കാർക്ക് ഇത് മനസ്സിലാവില്ല. കാരണം ഇതിൻ്റെയൊക്കെ ഇരയായിട്ടുള്ള ധാരാളം മനുഷ്യന്മാർ ഞങ്ങളെപ്പോലുള്ള ആളുകൾ ജീവിച്ചിരിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ പൊതുയോഗവും തടയപ്പെടും. അതിന് വേറൊരു തരത്തിൽ നിങ്ങൾ ഈ പറയുന്ന മാതിരി നാട്ടിലെ മുഴുവൻ ആളുകളുടെയും മുമ്പിൽ വന്ന് തിയേറ്റർ മുടക്കുകയോ അല്ലെങ്കിൽ പൊതുയോഗം മുടക്കുകയോ ഒക്കെ ചെയ്യേണ്ട കാര്യമില്ല. അതൊക്കെ തിരശീലക്ക് പിറകിലും നിർവഹിക്കാൻ പാകത്തിൽ കരുത്തുണ്ട് സോഷ്യൽ ഫാഷിസത്തിന്. ഇപ്പോൾ ഈ സിനിമ ഉണ്ടാക്കുന്നതിനിടയിൽ നടന്ന തടസ്സങ്ങൾ, ഷൂട്ടിങ്ങിനുള്ള സ്ഥലം നിഷേധിക്കപ്പെടുക തുടങ്ങിയിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി ബാധിക്കുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ ഇങ്ങനെയൊരു സിനിമയും നിർമ്മിക്കാം. അത് മാത്രമല്ല, ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഇത്രയധികം ചാനലുകളും പത്രങ്ങളും ഉള്ള ഈ നാട്ടിൽ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുന്ന സിനിമ മുടങ്ങിയിട്ട് എന്തെങ്കിലും ഒരു ചലനം ഉണ്ടാക്കിയിട്ടുണ്ടോ? അതൊരു സോഷ്യൽ ഫാഷിസ്റ്റ് ഇടപെടലാണ്. അതിൻ്റെ അകത്തൊരു നിർബന്ധിത സെൻസർഷിപ്പ് ഉണ്ട് എന്ന നിലയിൽ കേരളത്തിൽ ഏതെങ്കിലും ഒരു മാധ്യമം ആ സിനിമാ പ്രവർത്തകരെ പിന്തുണച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ആ സിനിമ മുടക്കപ്പെട്ടത് എന്നതിനെ കുറിച്ച് അതിന്റെ പ്രവർത്തകർ നിരവധിയായ വിലാപങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ആര് പിന്തുണച്ചു കേരളത്തിൽ അതിനെ? ഏത് മാധ്യമം പിന്തുണച്ചു? ഇത് കേരളത്തിലെ വലിയ പ്രശ്നമാണ്. സോഷ്യൽ ഫാഷിസ്റ്റ് ഇടപെടലുകൾ അഭംഗുരമായി നടന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണ് സംസ്കൃതത്തിൽ പറയുന്നത്. തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കും. അത് പക്ഷേ തിരശീലക്ക് പിറകില്ല. ഇപ്പോൾ കേരളത്തിലെ എക്സിബിറ്റേഴ്സ് ഫെഡറേഷനെയൊക്കെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് നിസ്സാരമായൊരു കാര്യമാണ് CPM പോലൊരു പാർട്ടിക്ക്. അതാണ് താങ്കൾ അതിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ദയവായി തുടരുക ശ്രീ ഉമേഷ് ബാബു. ശ്രീ മൊയ്തു താഴത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ഈ വിഷയത്തിലെ ഏറ്റവും കാതലായ ചോദ്യം. ഇവിടെ താങ്കളുടെ സിനിമയ്ക്കെതിരെ അത്തരത്തിലുള്ള ഒരു സോഷ്യൽ ഫാസിസ്റ്റ് ഇടപെടൽ ഉണ്ടാകുന്നുണ്ടോ? എവിടെ നിന്നാണ് താങ്കൾക്ക് ഭീഷണി? അത് കൃത്യമായി പറയൂ. ഏത് രൂപത്തിൽ? ഇതൊക്കെ താങ്കൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടോ? അത് പ്രേക്ഷകരോട് പറയാം, താങ്കൾ ഇപ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ. ഒന്നാമത് TP ചന്ദ്രശേഖരൻ്റെ വിഷയം, TP ചന്ദ്രശേഖരൻ്റെ ജീവിതവും മരണവും അതിനാസ്പദമാക്കിയുള്ളൊരു സിനിമയാണ്. സ്വാഭാവികമായിട്ടത് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഗുണം ചെയ്യുന്ന സഖാബ് മണ്ടോടിക്കണ്ണനെ കുറിച്ച്, ഒഞ്ചിയം വിപ്ലവകാരികളെ കുറിച്ചൊക്കെ ഉള്ള വളരെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്, ഇടതുപക്ഷ നവോത്ഥാന കാലഘട്ടത്തിലെ ഏറ്റവും ബാസുരമായ അവസ്ഥകളെ ഞങ്ങൾ ചിത്രീകരിക്കുകയും അതിനെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു മെസ്സേജ് ഉണ്ട് ഇതിൽ. 51 വെട്ടരുത് ഒരു മനുഷ്യന്റെ മുഖത്ത് എന്നുള്ള ഒരു മെസ്സേജ് ഉണ്ട്. അത് മലയാളി പൊതുസമൂഹത്തിന് മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കും. അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു പ്രത്യയശാസ്ത്രവും എതിരില്ല. പക്ഷേ ചന്ദ്രശേഖരനെ കൊന്നവർ ഇരുട്ടിന്റെ മറവിൽ ഈ സിനിമക്കെതിരെ നിരന്തരമായി 2 വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിലെനിക്ക് കണ്ണൂരിലെ താണയിലെ വാടക വീട്ടിൽ നിന്ന് പോലും എനിക്ക് പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് ഈ അവസരത്തിൽ ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടെ ഈ പ്രദർശനത്തിന്റെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ ശ്രീ മൊയ്തു താഴത്ത് ഈ സിനിമ പുറം ലോകം കാണിക്കില്ല എന്ന് CPIM ഭീഷണിപ്പെടുത്തുന്നുണ്ടോ താങ്കളെ? അല്ല, എനിക്ക് ഞാൻ മാധ്യമപ്രവർത്തകരോട്, കോഴിക്കോട്ടെ മാധ്യമപ്രവർത്തകരോട് എനിക്ക് വന്ന കോളുകൾ, ഞാൻ SP കൊടുത്ത നെറ്റിൽ നിന്ന് ഒരുപാട് കോളുകളൊക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഭീഷണിയായിട്ട് ബന്ധപ്പെട്ട്. അത് ഇന്ന പാർട്ടി എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇന്ന പാർട്ടിയാണ്, CPM ആണ്, CPI ആണ്, BJP ആണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് കോളുകൾ വന്നിട്ടുണ്ട്, ഈ സിനിമ വരില്ല. അതാണ് അക്കാര്യത്തിൽ താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ശ്രീ മൊയ്തു തുടരുക. ശ്രീ ലിബർട്ടി ബഷീർ, നേരിട്ടല്ലായിരിക്കാം, പക്ഷേ പരോക്ഷമായ വിധത്തിൽ CPIMന്റെ ഇച്ഛയാണ് ഇക്കാര്യത്തിൽ നടപ്പാക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഉയരുന്ന ആക്ഷേപം. തിയേറ്റർ ഉടമകൾ എന്തിന് അതിന് നിന്നുകൊടുക്കണം? ഈ പറയുന്ന ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശയക്കുഴപ്പമാണ് എങ്കിൽ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറെ ടെലിഫോൺ എടുത്തൊന്ന് വിളിച്ചാൽ മതി. ആശയക്കുഴപ്പം പരിഹരിക്കാൻ അവരും സന്നദ്ധമാകുമല്ലോ. പോകട്ടെ, ഇനി 2 ദിവസം കഴിഞ്ഞായാലും അത് പരിഹരിക്കാൻ ഇനിയും സമയമുണ്ട്. ഈ സിനിമ ലിബർട്ടി അടക്കമുള്ള തിയേറ്ററുകളിൽ കളിക്കുമോ എന്നെങ്കിലും? അഭിലാഷ് എന്നോടാണോ ചോദ്യം? അതെ.
അഭിലാഷ്, നിങ്ങൾ ഒരു കാര്യം ഞാൻ സംശയത്തിന് പറയുകയാണ്. അടുത്ത ആഴ്ച ലിബർട്ടി തിയേറ്റർ പടം കളിച്ചിരിക്കും. ലിബർട്ടി തിയേറ്ററില്ല, പടം നാളെ റിലീസാകട്ടെ. നല്ല പടമാണ്. അല്ലെങ്കിൽ കേരളത്തിലെ 70 സെന്ററിൽ ആ പടം കളിച്ചിരിക്കും. ഇവിടെ വെറുതെ ഈ ഉമേഷ് ബാബു മറ്റേവെല്ലാം പറയുന്ന പോലെ ഒരു നല്ല പടങ്ങൾ ലെഫ്റ്റ് റൈറ്റ് എന്നുള്ള പടം വളരെ മോശപ്പെട്ട പടം കേരളത്തിൽ 3-ാം ദിവസം പടം നിർത്തിയിട്ടുണ്ട്. ചില സ്ഥലത്ത് അത് ഓടിയിട്ടുണ്ട്. ഒരിക്കലും നമ്മളങ്ങനെ ഒരു ഫെഡറേഷനിൽ ആരോടും ഉന്നയിക്കുന്നത് ശരിയല്ല. നല്ല പടം കളിക്കാൻ ആളുണ്ടാവും, പടം തിയേറ്ററിൽ ഓടും. ഓടാത്ത തിയേറ്ററിൽ ഒരാളെ എന്താണെന്ന് വെച്ചിട്ട് ഇപ്പൊ തിയേറ്റർ നടത്തിക്കൊണ്ടു പറ്റുമോ? ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നാളെ ഈ പടം ഏതെങ്കിലും ചാനലുകൾ എടുത്തിട്ട് പ്രദർശിപ്പിച്ചാൽ എല്ലാ വീടുകളിലെ തിയേറ്റർ അടിച്ചു പൊളിക്കും മാർക്സിസ്റ്റ്? അല്ല ശ്രീ ലിബർട്ടി ബഷീർ, തിയേറ്റർ അടിച്ചു പൊളിക്കുന്ന സംഭവം ലെഫ്റ്റുമായി ബന്ധപ്പെട്ടോ ഈ സിനിമയുമായി ബന്ധപ്പെട്ടോ ഉണ്ടായിട്ടില്ല. അതുണ്ടാകുന്ന സാഹചര്യവും ഉണ്ടായിരുന്നില്ല. അതാണ് നേരത്തെ ഉന്നയിച്ച സ്വയം പ്രഖ്യാപിതമായ സെൻസർഷിപ്പ് ഉണ്ടോ തിയേറ്റർ ഉടമകളെ സംബന്ധിച്ച്? ഇവിടെ ചില തിയേറ്റർ ഉടമകൾ അക്രമം ഉണ്ടാകുമെന്ന് ഭയപ്പെട്ട് ഈ സിനിമ കളിക്കാൻ തയ്യാറാകുന്നില്ല എന്നൊക്കെ കേട്ടു. അങ്ങനെ ഈ ലെഫ്റ്റിന്റെ കാര്യം തന്നെ പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് 4-ാമത്തെ ദിവസം തിയേറ്ററുകളിൽ ആ സിനിമ കാണാതെ പോയത്? അങ്ങനെ ജനങ്ങൾ കയറാത്തത് കൊണ്ടാണോ? അത്രയ്ക്ക് മോശം സിനിമ ആയതുകൊണ്ടാണോ? അല്ലല്ലോ. സംസ്ഥാനത്തെ ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിലുള്ള തിയേറ്ററുകൾ അടക്കം ഒരു സ്വയം പ്രഖ്യാപിത സെൻസർഷിപ്പ് ഏർപ്പെടുത്തുന്നുണ്ട്. അതെന്തിന്? ഞാൻ ചോദിക്കട്ടെ അഭിലാഷ്, അങ്ങനെയാണെങ്കിൽ ആ ലെഫ്റ്റ് സൈഡിൽ അതേ ഡയറക്ടർ രണ്ടാമതൊരു പടം എടുത്തിട്ട് അത്ര ഫ്ലോപ്പ് ആയി പോയല്ലോ, അത് കളിച്ചില്ലല്ലോ. 3-ാമത് പടം കിട്ടിയ ഇന്നുവരെ 1/2 പടം പൊളിച്ചു പോയില്ലേ? അവരെ ലെഫ്റ്റ് സൈഡ് പൊളിച്ചു പോയില്ലേ? ഇത് സിനിമയാണ്. സിനിമ നല്ല സിനിമയാണെങ്കിൽ ഏത് ആളുണ്ടാവും. ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ പ്രേമെന്ന പടത്തിലുണ്ടല്ലോ, സൂപ്പർ സൈഡ് കൂടിയില്ലേ? അതിലും ഇല്ല, എല്ലാ സെക്സും വയലന്റെല്ലാം ഉണ്ടായിട്ടില്ലേ? അപ്പൊ നല്ല പടങ്ങളാണെങ്കിൽ തിയേറ്ററിൽ കളിക്കും. അല്ലാണ്ട് അത് മാർക്സിസ്റ്റ് പാർട്ടിനെ കൊല്ലുന്നോ മറ്റേ കോൺഗ്രസ്സുകാരെ കൊല്ലുന്നുണ്ട്. അങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത്. ശ്രീ എൻ ഷംസീർ, ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കുക, ഭയം ജനിപ്പിക്കുക എന്നുള്ളത് ഒരു ഫാസിസ്റ്റ് പ്രയോഗ രീതിയാണ്. പരോക്ഷമായി തിയേറ്റർ ഉടമകൾക്ക് ഈ സിനിമ ഞങ്ങൾ കാണിച്ചു പോയാൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന തോന്നൽ ഉണ്ടായിരിക്കുമോ? അതായിരിക്കുമോ അവർ ഈ സിനിമ അവരുടെ തിയേറ്ററുകളിൽ വേണ്ട എന്ന് തീരുമാനിക്കാൻ കാരണം? അഭിലാഷ്, തിയേറ്റർ ഉടമകളുടെ സംസ്ഥാന നേതാവാണ് ലിബർട്ടി ബഷീർ. ആ തിയേറ്റർ ഉടമകൾക്ക് വേണ്ടി നിരന്തരം ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന, പല ഘട്ടങ്ങളിലും ഞങ്ങളുമായി കണ്ടിച്ചാണ് ലിബർട്ടി ബഷീർ. ആ ലിബർട്ടി ബഷീർ തന്നെ പരസ്യമായി പറഞ്ഞല്ലോ, ഒരു തരത്തിലുള്ള ഭീഷണിയില്ല, ഒരു തരത്തിലും കളിക്കാൻ പറ്റാത്ത സിനിമയാണ്. കാരണം പല സിനിമകൾക്കകത്തും ആളുകളെ കിട്ടുന്നില്ല. ഇവിടെ ഈ ലെഫ്റ്റ് റൈറ്റിനെ കുറിച്ച് ഒരു ആക്ഷേപം ഉന്നയിച്ചപ്പം 2-ാം ദിവസം തന്നെ മാറ്റേണ്ടി വന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവര് അതിന്റെ അവരുടെ ഫിനാൻഷ്യൽ സൈഡാണ് നോക്കുക. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഒരു തരത്തിലും ആരെയും തടയാൻ ശ്രമിച്ചിട്ടില്ല. ഇവിടെ ഈ പറയുന്ന മൊയ്തു താഴത്ത് പറയുന്നു അദ്ദേഹം വീട് വിട്ട് ഓടേണ്ടി വന്നു. അത് ഓടേണ്ടി വന്ന ഒരു പക്ഷേ വാടക കൊടുക്കാത്തതിന്റെ പേരിൽ ഒഴിവ് കൊടുക്കേണ്ട വന്നായിരിക്കും. വാടക കൃത്യമായി കൊടുത്താൽ എവിടെയും താമസിക്കാം. ഈ മൊയ്തു താഴത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയണ്ടേ? ഞങ്ങൾ ഭീഷണിപ്പെടുത്തണമെങ്കിൽ ഇദ്ദേഹം ആരാന്ന് ഞങ്ങൾക്കറിയില്ല, ഞങ്ങളുടെ പ്രവർത്തകന്മാർക്കറിയില്ല. ഇതൊരു തേർഡ് റേറ്റ് പബ്ലിസിറ്റി സ്റ്റണ്ടാണ്. കെ സി ഉമേഷ് ബാബു, ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ ഒരു കലാസൃഷ്ടി ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് തടയുക എന്നുള്ളത് സമഗ്രാധിപത്യമുള്ള രാജ്യങ്ങളിൽ പോലും അസാധ്യമാണ്. ഇവിടെ തിയേറ്റർ ഉടമകളെ ഭയപ്പെടുത്തിയാൽ ഏതെങ്കിലും ഒരു കലാസൃഷ്ടി ജനങ്ങളിൽ എത്തുന്നത് തടയപ്പെടും എന്ന് കരുതാൻ മാത്രം മൗഢ്യം CPIM ഉണ്ടാകും എന്ന് നമ്മൾ കരുതണോ? അതിനുമപ്പുറത്ത് ഇവിടെ തിയേറ്റർ ഉടമകൾ വിശദീകരിക്കുന്നത് പോലെ അവരുടെ വാണിജ്യപരമായ കാരണങ്ങൾ, ഡിസ്ട്രിബ്യൂഷനിലെ അപാകത തുടങ്ങിയവയായിരിക്കില്ലേ യഥാർത്ഥത്തിൽ ഇതിൽ സംഭവിച്ചിട്ടുണ്ടാവുക? അല്ല, അതിന് 2 മറുപടിയുണ്ട്. ഒരു മറുപടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, TP ചന്ദ്രശേഖര സ്മാരകോത്സവം 3-ാമത്തെ വട്ടം തകർത്തതിനെ കുറിച്ചുള്ളൊരു ചർച്ചയ്ക്ക് 2 ആഴ്ച മുമ്പ് ഞാൻ നിങ്ങളുടെ ചാനലിൽ തന്നെ വന്നിരുന്നു, ടെലിഫോണിൽ ഒരു രാവിലെ. അതിനാ ഉണ്ടായത് TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന പേരും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും നിലനിർത്തുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഫോബിക്കായൊരു കാര്യമാണ്. ഫോബിയ എന്ന് പറയുന്ന ഒരു മനോരോഗമാണ്. ഫോബിക്കായൊരു പേരാണ് TP ചന്ദ്രശേഖരൻ എന്നുള്ളത്. അതുകൊണ്ട് ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തെ വീണ്ടും ഓർക്കാനിടയാക്കുന്ന ഒരു കലാസൃഷ്ടി തടയുക എന്നുള്ളത് അനിവാര്യമായി CPM എടുക്കുന്ന ഒരു തീരുമാനമായിരിക്കും. കാരണം ഫോബിയ എന്ന് പറയുന്നത് മനോരോഗത്തിൻ്റെ ചരിത്രത്തിൽ നമുക്കറിയാം, അകാരണമായ ഭയത്തെയാണ് ഫോബിയ എന്ന് പറയാം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൽ ഇപ്പോഴും ധാരാളം ആളുകൾ നിരന്തരമായി പറയുന്ന ഒരു ആശയമുണ്ട്. ആ ആശയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുമ്പൊരിക്കൽ സിനിമയിൽ, ഈ കേരളത്തിലെ പ്രസിദ്ധമായ നാഷണൽ അവാർഡ് കിട്ടിയൊരു സിനിമയിൽ, അതിൽ കേന്ദ്ര കഥാപാത്രം ഒരു വിഗ്രഹത്തിൻ്റെ മുഖത്ത് ഈ ധാർമ്മിക പ്രതിസന്ധിയുടെ ഒരു പരമകാഷ്ഠയിൽ കാർക്കിച്ചു തുപ്പുന്നൊരു ദൃശ്യം ചിത്രീകരിക്കുകയുണ്ടായി. അത്തരത്തിൽ ഒരു സിനിമയിൽ മലയാളത്തിൽ എടുക്കാൻ കഴിയില്ല എന്ന് കേരളത്തിലെ എല്ലാ ബുദ്ധിമാന്മാരും പരസ്യമായി പറയാറുണ്ട്. അതിനർത്ഥം എന്താണ്? അതിനർത്ഥം മലയാളി മാനസിക അടിമത്തമുള്ള ഒരു ജനതയാണെന്നാണ് അതിൻ്റെ ഒരേ ഒരു അർത്ഥം.
നമുക്ക് സ്വയം പ്രഖ്യാപിതമായ ഒരു സെൻസർഷിപ്പ് ഏത് ഭയങ്കരമായ കലാപ്രവർത്തനത്തിനിടയിലും സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് അവനെ ഓർമ്മിപ്പിക്കുന്ന ഒരു ജനതയാണ് എന്നതിന്റെ തെളിവായിട്ടാണ് ബുദ്ധിജീവികളുടെ ഈ വക പ്രഖ്യാപനങ്ങളെ എന്നെപ്പോലുള്ളവർ എടുക്കാറുള്ളത്. കാരണം ഒരുപക്ഷത്തെ കർണാടകത്തിലെ കാര്യം വ്യത്യസ്തമാണ്. കാരണം ഇനി ഈ സംഘപരിവാരത്തിന്റെ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്ന KS ഭഗവാൻ എന്ന് പറയുന്ന കോളേജ് അധ്യാപകനായ എഴുത്തുകാരൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അതാണ് ഈ വ്യത്യാസം നമ്മൾ കാണുന്നത്. അദ്ദേഹം പറയുന്നത് കൽബുർഗി കൊല ചെയ്യപ്പെട്ട ഭീതിതമായ അന്തരീക്ഷത്തിന്റെ നടുവിലും KS ഭഗവാൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ അവിടെ പറയുന്നത് മലയാളി ബുദ്ധിജീവികൾ പറയുന്ന പോലെയല്ല, ഞാനിത് പറഞ്ഞുകൊണ്ടേയിരിക്കും, എൻ്റെ നിലപാടുകൾ ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കും, എന്ത് പ്രതിഫലം ലഭിക്കുന്നു, എന്ത് പ്രത്യാഘാതം ഉണ്ടാകുന്നു എന്നുള്ളത് വേറെ തീരുമാനത്തിന്റെ ചിത്രം റിലീസ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഇവിടെ രണ്ട് കാര്യങ്ങൾ. KC ഉമേഷ് ബാബു പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാർക്ക് ഫോബിയാണെന്ന്. അതിന് എനിക്കുള്ള മറുപടി KC ഉമേഷ് ബാബുവിനെ മനോരോഗ ചികിത്സയ്ക്ക് വിധേയമാക്കണം. അല്ല, വ്യക്തിപരമായ പരാമർശങ്ങളിലേക്ക് പോകരുത്. ഈ സിനിമ റിലീസ് ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആക്ഷേപിച്ചാൽ പറയേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അദ്ദേഹം തന്നെ പറയുന്നു അദ്ദേഹത്തെ കൊല്ലാൻ ആളുകൾ നടക്കുന്നുവെന്ന്. അദ്ദേഹം പറയുന്നത് കേട്ടാൽ ഫിഡൽ കാസ്ട്രോവിന് ശേഷം ഏറ്റവും കൂടുതൽ കൊലപാതക ശ്രമത്തിന് വിധേയമായ ആൾ KC ഉമേഷ് ബാബു ആണെന്ന്. KC ഉമേഷ് ബാബു ഞങ്ങൾക്ക് ഇവിടെ KC ഉമേഷ് ബാബു അല്ല പ്രശ്നം. ശ്രീ ലിബർട്ടി ബഷീർ ഈ ചിത്രം എക്സിബിറ്റേഴ്സ് ഫെഡറേഷന്റെ ഏതെങ്കിലും തിയേറ്ററിൽ നാളെ റിലീസ് ചെയ്തില്ലെങ്കിലും മറ്റേതെങ്കിലും ദിവസം റിലീസ് ചെയ്യുമോ? അഭിലാഷ്, ഞാൻ തീർച്ചയായും ഞാൻ പറഞ്ഞത് ഈ പടം നല്ല പടങ്ങളിൽ അടുത്ത ആഴ്ച കേരളത്തിൽ എല്ലാ തിയേറ്ററും കളിക്കും. അഭിലാഷ്, ഒരു ചോദ്യം കൂടി എനിക്കുണ്ട്. ഇവിടെ കോൺഗ്രസ് പാർട്ടി ഭരിക്കുന്ന ഒരു നാടായിപ്പോ അവർക്ക് ആ പടക്ക് അവർക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ടല്ലോ. ജയിന്റ് TV അവരുടെ സ്വന്തം TV ആണ്. ആ TV നാളെ അതിന്റെ റൈറ്റ് വാങ്ങിയിട്ട് അത് ടെലികാസ്റ്റ് ചെയ്യാൻ എന്ത് അറിയാൻ പറ്റും മറ്റുള്ള പാർട്ടികൾക്ക്? ഇത് ചുമ്മാ വെറുതെ ഒരു എല്ലാവരും ആരോടും ഉന്നയിക്കുന്നത്. ജയിന്റ് TVക്ക് നല്ല സ്പോൺസർഷിപ്പ് കിട്ടൂലേ, നല്ല പരസ്യം കിട്ടൂലേ? പടത്തിൽ ഇത്രയും വേണമെങ്കിൽ ശരി, അതാണ് നിലപാട്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ലിബർട്ടി ബഷീർ, ശ്രീ KC ഉമേഷ് ബാബു, ശ്രീ AN ഷംസീർ, ശ്രീമതി KK രമ, ശ്രീ മൊയ്തു താഴത്ത്.